ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഞാൻ 2 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വട്ടൊക്കെ വരച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ വരച്ചിട്ട് വരാം. ഇവിടെ വട്ടൊക്കെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചിരിക്കണം. മുറിച്ചിട്ട് വരാം. അപ്പോൾ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് കുറേ ആയിട്ടുണ്ട്. ഇതിന് പെയിൻ്റ് അടിക്കാം. ഞാൻ പെയിൻ്റ് അടിക്കുന്നില്ല. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ചാർജ് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ചാർജൊക്കെ മൊത്തം പോകും. ഞാൻ പെയിൻ്റ് അടിക്കുന്നില്ല. ഞാൻ ലാസ്റ്റ് വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പെയിൻ്റ് അടിച്ചോളാം. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 A4 ഷീറ്റാണ് എടുത്തത്. 2 A4 ഷീറ്റ് ഇത്തിരി വന്നിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ് എടുക്കാം. അത് തുടയ്ക്കണം. നമുക്കൊരു പേപ്പർ എടുക്കാം. എന്നിട്ട് ഇതില്ലേ, ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ആക്കി കൊടുക്കാം. കാണിച്ചു ഇങ്ങനെ വെക്കുക. കണ്ടോ, ഇങ്ങനെ കിട്ടും. അത് അതിലൊന്ന് വെച്ചാൽ മതി. എന്നിട്ട് ഒരു ഗ്ലാസ് എടുക്കുക, അതിൻ്റെ അപ്പുറത്ത് വയ്ക്കുക. ഒരു ഗ്ലാസ് എടുക്കുക. അപ്പോൾ ഒന്തി പോവുക. കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും. പല്ല് കഴിക്കാൻ മറന്നുപോയി. ഇങ്ങനെ കിട്ടുക. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്. അടുത്തത് വീണ്ടും ഇതിങ്ങനെ ചെയ്യണം.
ചെറിയാവേ. ഇവിടെ ഇതുണ്ട്, അത് കുഴപ്പമില്ല. ഇതെടുത്ത് കഴിഞ്ഞാൽ ശരിയാവും. ഇത് അമർത്തി കൊടുത്താൽ മതി. ചെയ്തിട്ട് അങ്ങനെ പോവുക. കഴിയാറായ ഓട്ടടയാം. അയ്യോ ഇവിടുത്തില്ലേ ഓട്ടടയാണ്. കുറച്ചും കൂടി വേണമായിരുന്നു. രണ്ടെണ്ണം എടുത്തുള്ളൂ. മൂന്നെണ്ണമാണെങ്കിൽ കുറച്ചും കൂടി വലിയ കപ്പ് വേണം. അപ്പം കിട്ടും. ഇതിങ്ങനെ അമർത്തും. ഇത് കണ്ട നമുക്കിതെടുക്കുക. എന്നിട്ട് ഇത് വന്നില്ലേ, ആ ഭാഗം നമുക്കൊന്ന് കറക്റ്റ് സൈസിലേക്ക് നോക്കി കൊടുക്കാം. എൻ്റെ പൂവ് അങ്ങനെ റെഡിയായി. പെയിൻ്റ് അടിക്കാം കേട്ടോ. ഞാൻ പെയിൻ്റ് അടിക്കണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഞാൻ പറഞ്ഞതല്ല. എനിക്ക് നാളെ കൊടുക്കാനുള്ളതാണ്. നാളെ രാവിലെ എൻ്റെ പപ്പക്ക് ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് കാണിച്ചു തരാം. ഈ ബോട്ട്സും എൻ്റെ സ്കൂളിൽ പോകുന്ന ബോട്ട്സും ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പാല് കൊടുക്കൂലേ, അതിന് വേണ്ട കപ്പും പിന്നെ ഇത് പശ ഇത് ഞാൻ ഉണ്ടാക്കിയ സാധനം. പിന്നെ വേറെ കാര്യം കാണിച്ചിട്ട് വീണ് പോയത്. കഴിഞ്ഞു. ഇതാണ് ഒരു മിനിറ്റ്. പ്രാണിയ ഞാൻ പേടിച്ചു പോയി. ഇതൊരു സാധനം എൻ്റെ കയ്യിൽ തടഞ്ഞ്, അത് ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചില്ല എന്ത് സാധനം വിചാരിച്ചിട്ട് എൻ്റെ മേലൊക്കെ എന്തോ ആയിരിക്കും. അത് ഒരു മിനിറ്റ് പറയട്ടെ. തട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ എന്തിനാ ഉണ്ടാക്കിയെന്ന് അറിയുമോ? ഇതിൽ വെള്ളം നിറയ്ക്കും ഞാൻ. എന്നിട്ട് യൂട്യൂബിലൊക്കെ കാണും. ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കില്ലേ. എന്നിട്ട് വീണ്ടും വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ആക്കും. വട്ടം ഇങ്ങനെ ആക്കും, തിരിക്കും. എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വയ്ക്കില്ലേ, ആ സാധനം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. വെള്ളം കൂടിപ്പോയി.
അതോട് ഞാൻ ആ കൂളർ എടുത്തിട്ട് ഞാനത് അങ്ങനെ കുറേ സമയം ചിലവായി. കുറേ നേരം ഇങ്ങനെ വെച്ചോണ്ടിരുന്നു. അപ്പം ഇങ്ങനെ കിട്ടി. ഇപ്പം നല്ല സുഖമുണ്ട്. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ഇടണേ, എല്ലാം ചെയ്യണേ. ഇതുകൊണ്ട് ഞാൻ പാമ്പും കോണിയിൽ കുലുക്കിയിട്ട് സാധനം ഇടില്ലേ, അതിൻ്റെ പേരും ചവഞ്ഞൂടാ. അതുകൊണ്ടാണ് അത് ഞാൻ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അറിയണില്ല, ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ വെള്ളം കുറേ ദിവസം എടുക്കും തുടങ്ങണമെങ്കിൽ. ഇത് ഇത്രയേ ഉള്ളൂ. ഈ അടുത്തത് ഞാനിടാം, ഇതിൻ്റെ ബാക്കി. ഓക്കെ, പാർട്ട് 1 കൊടുത്തിട്ട് അതിടാം. അടുത്തത് പാർട്ട് 2, ഇതിൻ്റെ ബാക്കിയുണ്ട്. എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് കൊടുക്കും എൻ്റെ പപ്പയ്ക്ക്. എനിക്ക് ക്യൂട്ടായിട്ട് തോന്നുന്നു. ഈ സാധനം ചെരിഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നു കാണുമ്പോൾ. ചിലപ്പോൾ ഇത് ഞാൻ പെയിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. പെയിൻറ്റ് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വെച്ചപ്പോൾ എന്തോ മാതിരിയുണ്ട്. എന്തോ മാതിരല്ല, പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ബായ്. ഇത്രയും സാധനം, ആകെ ഒരു കപ്പും പശും 2 പേപ്പറും A4 ഷീറ്റും പിന്നെ ഒരു പെൻസിലും റബ്ബറും മാത്രം മതി. അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഈ പശ ആയാലും ഗ്ലൂ ആയാലും മതി. ബായ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.